നിങ്ങൾ കേൾക്കുന്നത് 50 ലക്ഷം. രചിച്ചത് കോട്ടയം പുഷ്പനാഥ്. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ 2021. കോട്ടയം പുഷ്പനാഥ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സത്യനേശന്റെയും റെയ്ച്ചലിന്റെയും മകനായി 1937 മെയ് 14 പുഷ്പനാഥൻ പിള്ള അഥവാ സക്കറിയ ജനിച്ചു. കോട്ടയം ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും കോട്ടയം MT സെമിനാരി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ബിരുദവും നേടി. കോട്ടയം CNI ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും TTC പൂർത്തിയാക്കി കോഴിക്കോട് കൊടിയത്തൂർ സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് ദേവികുളം ഗവൺമെന്റ് ഹൈസ്കൂൾ, കല്ലാർകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ, കോട്ടയം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂൾ, നാട്ടകം ഗവൺമെന്റ് ഹൈസ്കൂൾ, കാരാപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ചരിത്രാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. MT സെമിനാരി സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാഗസിനിൽ തിരമാല എന്ന ചെറുകഥ രചിച്ചാണ് എഴുത്തിലേക്ക് വരവറിയിക്കുന്നത്. 1968 പുറത്തിറങ്ങിയ സയന്റിഫിക് ത്രില്ലർ നോവൽ ചുവന്ന മനുഷ്യനാണ് ആദ്യ കൃതി. അതിനുശേഷം 350-ലേറെ കൃതികൾക്ക് തൂലിക ചലിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൃതികൾ തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഗുജറാത്തി, ബംഗാളി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. ബ്രോം സ്റ്റോക്കറുടെ വിശ്വവിഖ്യാതമായ ഡ്രാക്കുളയും ആർതർ കോനൻ ഡോയിലിന്റെ ഹൗണ്ട് ഓഫ് ദി ബാസ്കർവിൽസും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അദ്ദേഹത്തിന്റെ കൃതികളിലൊന്നായ സൗപർണിക തമിഴിൽ പരമ്പരയാക്കപ്പെട്ടു. ബ്രഹ്മരക്ഷസ്, ചുവന്ന അങ്കി എന്നീ നോവലുകൾ ഇതര ഭാഷകളിൽ ചലച്ചിത്രമാക്കി. അധ്യായം 1. അന്നത്തെ പത്രങ്ങൾ കണ്ടവരെല്ലാം പരസ്പരം നോക്കി നിമിഷങ്ങളോളം നിശ്ശബ്ദരായിരുന്നു. എന്തും സംഭവിക്കാം. എന്നുവച്ചാൽ പൊതുമുതൽ നശിപ്പിക്കുക, ആ തണലിൽ വീടുകൾ കയ്യേറുക, സ്ത്രീകൾ മാനഭംഗപ്പെടുക, കൊലപാതകങ്ങൾ കൂട്ടത്തോടെ നടക്കുക, ചോരപ്പുഴ ഒഴുകുക, പോലീസ് വാഹനങ്ങൾ ഭീതി പരത്തിക്കൊണ്ട് പാഞ്ഞു നടക്കുക, അങ്ങനെ പലതും. ഇവിടെയും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ വന്നു പെട്ടോ? എല്ലാവരും ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. വാർത്ത ഇതായിരുന്നു: സ്വതന്ത്ര സ്ഥാനാർത്ഥി മിസ് വിജയലക്ഷ്മി MLA കാണാനില്ല. അവരുടെ മാത്രം ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏതു നിമിഷവും താഴെ വീഴാം. അന്വേഷിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു. യാതൊരു ഫലവുമില്ല. ഗവൺമെന്റ് മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവരെ നായികയാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. അവയൊക്കെ നിന്നുപോയാൽ നഷ്ടം കോടിക്കണക്കിനാണ്. പോലീസും കുറ്റാന്വേഷണ വിദഗ്ധരും പരക്കം പാഞ്ഞു. സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുവാൻ പ്രത്യേക അധികാരം പോലീസിന് നൽകിക്കഴിഞ്ഞു. സുന്ദരിയായ വിജയലക്ഷ്മി ആരുടെയും എന്നുവെച്ചാൽ യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായവുമില്ലാതെ തനിച്ചുനിന്ന് ജയിച്ചതാണ്. അതിനുവേണ്ടി അവർ ചെലവാക്കിയ പണം അവരുടെ സ്വന്തവും പിന്നെ അവരുടെ അടുത്ത ചിത്രനിർമ്മാതാക്കൾ മുടക്കിയതുമായിരുന്നു. അവർക്കെതിരായി 2 രാഷ്ട്രീയ പാർട്ടികൾ നിന്ന് മത്സരിച്ചു. കാരണം രണ്ടുപേരും അവർക്ക് പിന്തുണയും കൊണ്ട് ചെന്നതായിരുന്നു. അവർ അത് വേണ്ടെന്ന് വെച്ചപ്പോൾ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ജയിച്ചത് വിജയലക്ഷ്മിയായിരുന്നു. വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വൻപിച്ച ഭൂരിപക്ഷം. ഒടുവിൽ അസംബ്ലി സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ 2 കക്ഷികൾക്കും തുല്യം. അവരിൽ സ്വാധീനമുള്ളവർ വിജയലക്ഷ്മിയുടെ പിന്തുണ പല സമ്മർദ്ദങ്ങളിലൂടെ സാധിച്ചെടുത്തു. അങ്ങനെ മന്ത്രിസഭ ഉണ്ടായിട്ട് മാസം 6 കഴിഞ്ഞു. യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെയിരിക്കെയാണ് പൊടുന്നനെ അവരെ കാണാതായി എന്നുള്ള വാർത്ത പരന്നത്. ഒരു പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുമുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ സമ്മാനം. കാണാതായ MLA മിസ് വിജയലക്ഷ്മിയെക്കുറിച്ച് ശരിയായ വിവരം നൽകുന്ന ആൾക്കോ സ്ഥാപനത്തിനോ 50 ലക്ഷം രൂപ രൊക്ക സമ്മാനമായി കൊടുക്കുന്നതാണ്. ബോക്സ് നമ്പർ 1111. ആ പരസ്യം വീണ്ടും ആളുകളുടെ ഉള്ളിൽ സംശയത്തിന്റെയും അത്ഭുതത്തിന്റെയും വിത്തുകൾ പാകി. ഈ പരസ്യം Sample complete. Ready to continue?